നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇതല്ല ഇതിനപ്പുറം കാണേണ്ടി വരും. ഇവിടെ തമ്മിൽ തല്ലായിരിക്കും, ഇവിടെ നേതൃപോരായിരിക്കും, ഇവിടെ കസേര കളിയായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലം മുഴുവനും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ പരിഹസിച്ചു. ആ പരിഹാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറായ മനുഷ്യന്മാരുടെ വോട്ടർമാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന സ്വഭാവമാണ് ഇപ്പോഴീ കാണിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഒരു നിലപാടെടുക്കണം, എല്ലാവരും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വഴങ്ങണം. പക്ഷേ KC വേണുഗോപാലിന് അനുകൂലമായി ഈ ഘടകമുണ്ട്, പക്ഷേ VD സതീശന് അനുകൂലമായ നിലപാടുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാടുണ്ട്. ഈ നിലപാടുകളിൽ തീരുമാനമെടുക്കാൻ ഇത്രയും ദിവസം എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ന്യൂസ് 18 ടൈംസ് നൗവും VD സതീശന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്നാണ് ഇന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ KC വേണുഗോപാലിന് അനുകൂലമായി, അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളത് KC വേണുഗോപാലാണ് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ച് കൊടുക്കുക, ഇതിങ്ങനെ നാൽക്കവലകളിൽ ചർച്ചയാക്കുക, കോൺഗ്രസിനെ പോലെ അടിത്തട്ടിൽ ജനവികാരമുള്ള ഒരു പാർട്ടിയുടെ അണികളെ അപമാനിക്കുക എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് സത്യമായും മനസ്സിലാകുന്നില്ല. ഇനി നാലാമതൊരാൾ വരുന്നു എന്ന ചർച്ചകളും സജീവമാവുകയാണ്. ഇവർക്ക് ഈ മൂന്ന് പേർക്കിടയിൽ ഇനി സമവായം സാധ്യമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ നാലാമതൊരാളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്ന ചർച്ചകൾക്കും ഇന്ന് തുടക്കമായിരിക്കുകയാണ്. അതിന് ആരാണെന്നറിയില്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സുപോലെ വനിതാ മുഖ്യമന്ത്രിയാണോ എന്നറിയില്ല, ഇനി വനിതാ MP-മാർ ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. നേരത്തെ സുനിൽ സാർ പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് KC വേണുഗോപാലിന് ഒരു ഫെയർ എക്സിറ്റ് കൊടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. നോക്കൂ, ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതാണോ കേരളത്തിൽ നടപ്പിലാകേണ്ടത്? ഹൈക്കമാൻഡ് തീരുമാനമാകണം, അല്ലേ? എല്ലാവരും അങ്ങനെയുമല്ല. മാത്രമല്ല, ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളെടുത്ത തീരുമാനം തെറ്റായി എന്നുള്ളത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ പറയട്ടെ, അപ്പൊ നമ്മൾ ഈ ചരിത്രം ചികഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്കിവിടെ ഒരു താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യത്തിന് നമുക്കൊരു സാധൂകരണം വേണം. അപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കുകയാണ്, പുസ്തകം മറിച്ച് നോക്കുകയാണ്. 77 എന്താണ് സംഭവിച്ചത്, 95 എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ഉദാഹരണം കൊണ്ട് ഇവിടെ വെച്ചിട്ട് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ ഇപ്പോഴും ആകാമല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ചരിത്രം തികഞ്ഞു പോയി അതിൽ നിന്ന് ഉദാഹരണം പിടിച്ചുകൊണ്ട് വന്ന് മുന്നിൽ വെച്ച് വൈറ്റ് വാഷ് അടിച്ച് കാണിക്കേണ്ട ആവശ്യമേ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്.